Next, a very important question. Prove that electric field on the surface of a charged conductor is sigma by epsilon 0 into n cap. Nalla question aanu. See, you take a charged conductor. Charged conductor, its surface is what? Equipotential surface, you know. So, this is a electric field on the surface. Electric field surface ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര അബ്ദുള്ള? 90 ഡിഗ്രി. 90 ഡിഗ്രി. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്? ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നത് നമ്മളൊരു ഗോസിയൻ സർഫസ് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഞാൻ എടുക്കുന്ന ഗോസിയൻ സർഫസ്. എന്ത് ഷേപ്പാണെന്ന് പറയാം. ഇതാണ് ഗോസിയൻ സർഫസ്. എന്ത് ഷേപ്പാ? സിലിണ്ടർ അല്ലേ? ഇത് സിലിണ്ടർ എന്ന് പറയുന്നതിനേക്കാളും ഇതിനെ പിൽ ബോക്സ് എന്ന് പറയാം. പിൽ ബോക്സ്. പിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു സിലിണ്ടർ, തീരെ കുഞ്ഞ്. അതിന് ഹൈറ്റ് നെഗ്ലിജിബിൾ ആണ്. അത്രയ്ക്ക് കുഞ്ഞായിട്ടുള്ള ഒരു സിലിണ്ടർ, അതിനെ പിൽ ബോക്സ് എന്ന് വിളിക്കാം. ഗുളികപ്പെട്ടി. അപ്പോൾ പിൽ ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഈ എൻഡ് ഫേസിൻ്റെ ഈ ഏരിയ ഡെൽറ്റ എസ് ആണ്. ഏരിയ എത്രയാ? ഡെൽറ്റ എസ്. അപ്പോൾ ഇതിന് ഹൈറ്റ് ഇല്ല എന്നാണ് നമ്മുടെ അസംഷൻ. ഹൈറ്റ് ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഈ എൻഡ് ഫേസ് ഇവിടെ തൊട്ടിരിക്കുന്നു, സർഫസിൽ തൊട്ടിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. ഇനി ഞാൻ പറയുന്നതിനൊക്കെ ആൻസർ പറയുക. എനിക്ക് ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഫ്ലക്സ് കാണാൻ ഓരോന്നായിട്ട് പറയണം. ഓക്കെ, ഇവിടുത്തെ ഫ്ലക്സ് പറയണം. ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ പറയും. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്നാണ്. ഇ ഡോട്ട് ഡെൽറ്റ എസ്. ഇതെങ്ങനെ കിട്ടി? ഫ്ലക്സ് കാണാൻ നമുക്ക് പണ്ടേ അറിയാം. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്. ഇവിടെ ഡി എസിന് പകരം ഡെൽറ്റ എസ്. അത്ര വ്യത്യാസമുള്ളൂ. ഇനി ഇവിടെ ഇന്റഗ്രേഷൻ എടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുക്കുന്നു. അപ്പോൾ ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പോൾ ഫ്ലക്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ ഇന്റഗ്രൽ വേണ്ട. സോ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡെൽറ്റ എസ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പോവാണ് ഓരോ സ്ഥലത്ത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, ഈ എൻഡ് ഫേസിൽ. അപ്പോൾ ഫ്ലക്സ് അറ്റ് ഔട്ടർ എൻഡ് ഫേസ്. ഔട്ടർ എൻഡ് ഫേസിലെ ഫ്ലക്സ് നിങ്ങൾ തന്നെ പറയണം. അവിടെ ഈ അങ്ങോട്ടാണ് അല്ലേ? ഏരിയ വെക്ടർ എടുത്താൽ അതും അങ്ങോട്ടല്ലേ? അപ്പോൾ ഈക്കും ഡെൽറ്റ എസിനോടേക്കുള്ള ആംഗിൾ എത്ര വരും? 0. അപ്പോൾ ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ത് വരും? ഇ ഡോട്ട് ഡെൽറ്റ എസിന്റെ ആൻസർ ഇ ഡെൽറ്റ എസ് എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് ആയി. ഇനി നിങ്ങൾ പറയണം ഈ കർവ്ഡ് ഫേസിൽ പറയണം. ഫ്ലക്സ് അറ്റ് കർവ്ഡ് ഫേസ്. കർവ്ഡ് ഫേസിലെ ഫ്ലക്സ് പറയണം. കർവ്ഡ് ഫേസ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഏരിയ വെക്ടർ ഇവിടെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടല്ലേ വരിക? അപ്പോൾ ഈക്കും ഡെൽറ്റ എസിനോടൊക്കെയുള്ള ആംഗിൾ 90 വരും. ഓക്കെ, അത് മെൻഷൻ പോലും ചെയ്യേണ്ട. ഹൈറ്റ് ഇല്ലാത്തതാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ അവിടെയും ഫ്ലക്സ് ഇല്ല. അപ്പോൾ ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താലും ഫ്ലക്സിന്റെ വാല്യൂ എത്ര? 0. ഇനി ഇതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡേ ഇല്ല. കാരണം ഇതൊരു ചാർജ് ചെയ്ത കണ്ടക്ടറാണ്. ഒരു കണ്ടക്ടറിന്റെ അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പൊ ഈ ഇല്ല. അപ്പൊ ഫ്ലക്സിന്റെ വാല്യൂ എത്ര? ഫ്ലക്സ് ഇൻ ദ ഇന്റീരിയർ. അപ്പൊ ഇന്റീരിയറിലെ ഫ്ലക്സ് എത്ര? അതും 0. അപ്പോൾ അകത്ത് ഫ്ലക്സ് ഇല്ല. പിന്നെ പുറത്ത് ഇവിടെ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ, ഇവിടെ ഫ്ലക്സ് ഇല്ല. അപ്പൊ ഈ സിലിണ്ടറിന്റെ പ്രത്യേകത നോക്കൂ. സിലിണ്ടറിന്റെ ഹാഫ് പോർഷൻ മാത്രമേ വെളിയിലുള്ളൂ. ഇതിന്റെ സർഫസ് തൊട്ട് വെളിയിലുള്ളൂ. ഹാഫ് പോർഷൻ അകത്താണ്. അപ്പോൾ ഇത് നെഗ്ലിജിബിൾ ഹൈറ്റ് ആണ്. ഇതിന്റെ ഇത്രയും സ്ഥലം നോക്കിയാൽ ഇവിടെ മാത്രമേ ഫ്ലക്സ് ഉള്ളൂ, ഇവിടെ ഇല്ല. ഇനി ഇവിടെ എങ്ങും ഫ്ലക്സ് ഇല്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എത്ര വരും? വാട്ട് ഈസ് എ ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്ലക്സും ഇവിടുത്തതും അകത്തും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര തന്നെ വരും? ഇ ഡെൽറ്റ എസ് വരും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ഡെൽറ്റ എസ് ആണ്. ഇനി ടോട്ടൽ ഫ്ലക്സ് എന്തെന്നാണ് ഗോസ് പറഞ്ഞത്? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 1/ε0 ഇൻറ്റു ചാർജ് എന്നാണ് അല്ലേ? ഇവിടെ ഫ്ലക്സ് ഉള്ളത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ചാർജ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അവിടുത്തെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ എന്നല്ലേ? അപ്പൊ ആ എൻഡിന്റെ കാര്യം മാത്രം പറയണം. അവിടെ സിഗ്മ ഇസ് ഈക്വൽ ടു അവിടുത്തെ ചാർജ് ഡിവൈഡഡ് ബൈ അവിടുത്തെ ഏരിയ ഡെൽറ്റ എസ് അല്ലേ? അപ്പൊ ക്യൂവിന്റെ ആൻസർ സിഗ്മ ഡെൽറ്റ എസ് എന്ന് വരും. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ is equal to total flux is equal to
Qന് പകരം സിഗ്മ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. അപ്പം നമുക്ക് ടോട്ടൽ ഫ്ലക്സിന് രണ്ട് ആൻസർ കിട്ടി. അപ്പൊ LHS സെയിം ആണ്. അപ്പൊ RHS അങ്ങോട്ട് ഈക്വേറ്റ് ചെയ്യുക. പറഞ്ഞോളൂ. E ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. അപ്പുറം ഇപ്പുറം ഡെൽറ്റ എസ് വെട്ടിപ്പോയി. അപ്പൊ ഈയുടെ ആൻസർ എന്ത് കിട്ടി? സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് കിട്ടി. അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഔട്ട്വേർഡ്സ് അല്ലേ? അപ്പൊ ഔട്ട്വേർഡ് ആയിട്ട് നമുക്കൊരു യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യാം. അങ്ങോട്ടൊരു യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്യാം. അത് എൻ ക്യാപ്പ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടോറിയലി എങ്ങനെ എഴുതാം? E ഈസ് ഈക്വൽ ടു വെക്ടർ E ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു എൻ ക്യാപ്പ് ഇടുക. എൻ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, ഔട്ട്വേർഡ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഫുൾ ആയിട്ട് ഒന്നും കൂടെ പറയാം. So what is our question? Prove that the electric field on the surface of a charged conductor is sigma by epsilon zero n cap. See, consider a charged conductor. This is a charged conductor. Okay, charged conductor. Its surface is example for equipotential surface. You know, then the electric field will be perpendicular. Electric field will be perpendicular to the equipotential surface. That also you know. So this angle is 90. No problem. Then I have to calculate this electric field. Okay. So for that I use which theorem? Gauss theorem. So I am considering a Gaussian surface. So this is a Gaussian surface. Okay, this is a Gaussian surface. You see, some portion is dotted, the other is not like that. See, Gaussian surface is a cylinder. It is not fair to say cylinder, it is a pillbox. Pillbox, its height is negligible. Then half of it is from the surface outwards, then the remaining half is in the interior of the conductor. Okay, then see, a pillbox has negligible height. Then this area is taken as delta S. Then area vector can be represented like this. Am I right? Then I want the total flux. See, I want the flux at this end. So how can I calculate flux at end? Flux, what is the general equation? E dot area, E dot delta S. So E dot delta S. Here angle between E and delta S is 0. So it is E dot delta S becomes E delta S. This is a flux here. Then see, I want the flux at the curved face. Flux at curved face. What is a flux at curved face? See, if you take an area vector here, it will be like this. The electric field will be like this. So angle between them 90. So flux will be 0. Am I right? No need to say like that because it has negligible height. So we don't have to say about the curved face. Even then I said. So curved face, flux is 0. Then this is the interior portion. Am I right? See, what is a flux in the interior? In the interior, electric field is 0. So if E is 0, flux is 0. Why it is like that? See, this is a charged conductor. This is a conductor. In the interior, what is electric field? 0. If the electric field is 0, flux will be 0. So flux at end phase is E delta S. Flux here 0. Flux in the interior 0. Then tell me what is a total flux. Total flux is sum of these. So sum of these. What is answer? E delta S. By Gauss theorem, what is a total flux? Total flux is equal to 1 by epsilon 0 into Q. You know. Then here flux X is only here. Am I right? So surface charge density is equal to charge by area. So sigma is equal to here the charge divided by what is the area of that surface? Delta S. Then what will be Q? Q is equal to sigma delta S. Put it here. So is equal to, instead of Q write sigma delta S divided by epsilon 0. You see, this is total flux. This is also total flux. LHS same. So RHS can be equated. So E delta S is equal to what? Sigma delta S divided by epsilon 0.
delta S cancelled. So we get E equal to sigma by epsilon 0. This is scalar form. So how will you represent it vectorially? Vector E is equal to, then here you put n cap. What is n cap? N cap is a unit vector outwards from the surface, because this surface is positive. If it is negative, inverse. Okay. Then what is electric field on the surface of a charged conductor? Sigma by epsilon 0 n cap. Very, very important question.